ഇപ്പം ഞാൻ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഷിറ്റ് ഗോപി അയാളുടെ അല്പത്തരം വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സമുദായത്തോട് നോക്കണം, എവിടെയാണോ ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന ഒരവസ്ഥ ഷിറ്റ് ഗോപി BJPയുടെ കൂട്ടാളിയായപ്പോൾ അതുള്ള കുട്ടി കൂടിയതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ആ ജനകീയത മുഴുവനും ഈ ഷിറ്റ് ഗോപി ഉപേക്ഷിച്ചു കളഞ്ഞു. ഈ ഷിറ്റ് ഗോപിയുടെ സിനിമ കാണുന്നത് കേവലം ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാവരും കാണാറുണ്ട്. സിനിമയിൽ തൻ്റേതായ റോളെടുത്ത് നല്ല അഭിനയ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സുരേഷ് ഗോപി. നിങ്ങളൊക്കെ അറിയുന്ന ആളാണ്. എന്നിട്ടിപ്പോൾ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലെത്തിയ അയാൾ എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുമാത്രം അല്പത്തരമാണ്! അവസരം കിട്ടുമ്പോഴൊക്കെ അയാൾ മുസ്ലിങ്ങൾക്കെതിരെ വടിയെടുത്ത് അവരെ അടിച്ചോടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നരേന്ദ്രമോദിയുടെ അരുമ ശിഷ്യൻ എന്നാണ് ഇപ്പോൾ ഈ സുരേഷ് ഗോപിയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടല്ല ഈ സുരേഷ് ഗോപി പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി പറയേണ്ടത് ഈ രീതിയിൽ ജനങ്ങളെ കുഴപ്പത്തിലേക്കും കലാപത്തിലേക്കും തള്ളിവിടുക എന്ന ഒരു 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 അജണ്ടയാണ് ഒരു ജനപ്രതിനിധി നടത്തുന്നതെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഒരു കാരണവുമില്ലാതെ ജനങ്ങളെ ലഹളയിലേക്ക് തള്ളിവിടുന്നു, ആവശ്യമില്ലാതെ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നു, വിദ്വേഷമുണ്ടാക്കുന്നു. അയാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് വഖഫിനെ കുറിച്ച് എന്താണ് അറിയുക? 4 അക്ഷരമുള്ള വഖഫ് എന്നാണ്, 4 അക്ഷരമുള്ള കിരാതം എന്നാണ് പറയുന്നത് ഈ പമ്പര വിഡി. യഥാർത്ഥത്തിൽ വഖഫ് ഇംഗ്ലീഷിൽ എഴുതിയാൽ 4 അക്ഷരം ആണോ ഉള്ളത്? ആലോചിച്ച് നോക്ക്. 5 അക്ഷരം കാണും സ്വാഭാവികമായിട്ട്. അതല്ല ഇനി മലയാളത്തിൽ എഴുതിയാലോ 3 അക്ഷരമേ വഖഫിന് കാണാൻ കഴിയും. അപ്പോൾ അജ്ഞനം എന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ അതേ വാക്കിനെ അർത്ഥവത്താക്കിക്കൊണ്ടാണ് ഈ പടു ജാഹിലിൻ്റെ ഓരോ വാക്കുകളും. എന്താ അവൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല. എടോ സുരേഷ് ഗോപി, എന്താണ് വഖഫ് എന്ന് നീ ആദ്യം മനസ്സിലാക്കുക. വഖഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിന്, ഇവിടുത്തെ ജസ്റ്റിസുമാർക്ക്, ന്യായാധിപന്മാർക്കറിയാം. സ്വാഭാവികമായിട്ടും മുനമ്പത്തുള്ള ഏക്കർ കണക്കിൽ ഭൂമിയിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ആ വഖഫ് ഭൂമിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി ആവശ്യപ്പെട്ടതാണ്. ഇതുവരെയും ആ മുനമ്പത്ത് താമസിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അവരൊക്കെ ഇറക്കി വിടണമെന്ന് ഒരിക്കലും മുസ്ലിങ്ങൾ പറയുകയില്ല. അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി അതിന് നിയമനിർമ്മാണം നടത്തേണ്ടത് ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി അഥവാ നിയമ സംവിധാനം അനുസരിച്ചാണ്. സ്വാഭാവികമായിട്ടും അതിന് നിയമസഭയുണ്ട്, അതിന് കോടതികളുണ്ട്, പാർലമെൻറ്റുണ്ട്. അതല്ലാതെ ഏതെങ്കിലും സുരേഷ് ഗോപിയും ഏതെങ്കിലും കൃസംഗിയും ഏതെങ്കിലും ആരിഫും ചേർന്ന് ജനങ്ങളെ ഇളക്കി വിട്ടാൽ അതിനെതിരെ ശക്തമായ നിയമങ്ങൾ എടുത്ത് അവരെ കൽത്തുറുങ്കിൽ അടയ്ക്കേണ്ടതാണെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാത്രമല്ല, വഖഫിൻ്റെ പേരിൽ പ്രതിഷ്ഠാനത്ത് നിർത്തി ഈ മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായ ഈ സുരേഷ് ഷിറ്റ് ഗോപി. ആലോചിച്ച് നോക്കും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യായമായിട്ടുള്ള ഒരു വസ്തുക്കളും ഒരിക്കലും അവർക്ക് അനുഭവിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകൾ, പ്രത്യേകിച്ച് അവരുടെ വീടിനകത്ത് അവരുടെ ഉമ്മമാരും സ്ത്രീകളും, പുരുഷന്മാർ പള്ളിയിലാണല്ലോ നമസ്കരിക്കുക, ഉമ്മമാരും ഭാര്യമാരും പെൺകുട്ടികളും നമസ്കാരം ആ വീട്ടിൽ വെച്ച് നടത്തിയാൽ അന്യായമായ പിടിച്ചെടുത്ത അവകാശികളുള്ള ഒരു ഭൂമിയിൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോലും അത് സ്വീകാര്യമല്ലെന്ന് പഠിപ്പിച്ച ഒരു പരിശുദ്ധ മതത്തിൻ്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. അവർക്ക് ഒരിക്കലും അന്യരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് കലാപത്തിലേക്ക് തള്ളിക്കൊണ്ട് ഒരു സിസ്റ്റവും ആവശ്യമില്ലാത്തതാണ്. അതോടൊപ്പം അതൊക്കെ മറ്റു വിഭാഗങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക. അതൊക്കെ സമയോചിതമായി അതൊക്കെ മാറ്റം കൊണ്ടുവരേണ്ടത് ഭരണകൂടങ്ങളാണ്. ജനങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിടുകയല്ല ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലതായ ഔദാര്യ മനസ്സുള്ള മുസ്ലിം വ്യക്തികൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വസ്തുവകകൾ വഖഫിലേക്ക്, അഥവാ ഇവിടെയുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല വഖഫിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നത്, നിരപരാധികളായ ഒട്ടനേകം അഥവാ കോളറ ഒക്കെ പിടിച്ച കാലഘട്ടത്തിൽ 50-60 കൊല്ലങ്ങളാണ് ഇതിൽ, 60-ലും 50-ലുമൊക്കെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ആ നിരപരാധികൾ കഷ്ടപ്പെടരുത് എന്നതിൻ്റെ നിലക്ക് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അഥവാ പച്ചക്കരളുള്ള എല്ലാത്തിനെയും പോറ്റി വളർത്തുക, തീറ്റിപ്പോറ്റുക, സംരക്ഷിക്കുക,
അതാണ് വഖഫിൻ്റെ അർത്ഥം. എവിടോ പമ്പര വിഡ്ഢിയായ വർഗീയത മാത്രം തുപ്പാൻ അറിയുന്ന സുരേഷ് ഗോപി, വഖഫിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് ആശ്വാസം നൽകുക, ജനങ്ങൾക്ക് സമാധാനം നൽകുക, കിരാതം എന്ന അർത്ഥം നീ പറഞ്ഞതാടോ. മാത്രമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എന്തു ചെയ്യുന്നു? സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ദൈവനാമം. ആളുകൾക്ക് സലാമും അലൈക്കും സമാധാനം മാത്രമാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും ഇന്ന് സംശയത്തിൻ്റെ നേരിൽ കാണാൻ തുടങ്ങിയത് ഈ സംഘപരിവാറിൻ്റെ ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. അവരുടെ ലീഡർ അവരെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. മഹാനായ പ്രവാചകൻ ആലോചിച്ച് നോക്ക്, ആളുകൾക്ക് സമാധാനം നൽകൂ, അത് ഹിന്ദുക്കൾക്ക് നൽകരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു ജൂതൻ്റെ സ്ഥലം കയ്യേറി അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയ അവിടെ വലീദ് ഇബ്നു ഉഖ്ബ എന്ന ഗവർണറെ ശാസിച്ചു വിട്ടു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ജൂതന് ആ സ്ഥലം, ആ പള്ളി പൊളിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ചർച്ചയ്ക്ക് വന്ന ഉമറിനോട് ഈജിപ്തിലിരിക്കെ നോക്കണം, ഇതാ ലൊഹർ നമസ്കാരത്തിന് സമയമായപ്പോൾ ഇതാ ഞങ്ങളുടെ പള്ളിയിൽ താങ്കൾക്ക് നമസ്കരിക്കാം, ഞങ്ങളുടെ വസതിയിൽ നമസ്കരിക്കാൻ നോക്കണം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? തങ്ക ലിപികളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിർദ്ദേശിക്കുന്നത് പ്രകാരം ഞാൻ നിങ്ങളുടെ ഈ അൾത്താരയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ഞാൻ നമസ്കരിച്ചാൽ പിൽക്കാലത്ത് എൻ്റെ അനുയായികൾ പറയും അവിടെ ഉമറിൽ നിന്ന് നമസ്കരിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ പേരിലും ഈ പരിശുദ്ധ ദീനിൻ്റെ പേരിലും ആ ഉത്കൃഷ്ട പ്രവാചകന്റെ പേരിലും ലോകത്ത് അനിഷ്ടം സംഭവിച്ചുകൂടാ, കലാപങ്ങൾക്ക് ഇടയാക്കിക്കൂടാ, സംഘർഷങ്ങൾക്ക് ഇടയാക്കിക്കൂടാ. അതുകൊണ്ട് ഞാൻ അവിടെ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിന്ന് ഒരു പൊതുസ്ഥലത്ത് നമസ്കരിക്കുകയാണ് ചെയ്തത്. ഈ രീതി തന്നെയാണ് എല്ലായിടത്തും പ്രവാചകനും ആ പ്രവാചകന്റെ അനുയായികളുമൊക്കെ നടപ്പാക്കി വന്നിട്ടുള്ളത്. പ്രവാചക കോടതിയിൽ വന്ന ഒരു മുസ്ലിമിൻ്റെയും ജൂതൻ്റെയും പ്രശ്നം പരിശോധിച്ച് ആ ജൂതൻ്റെ പക്ഷത്താണ് നീതി എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ജൂതന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് വഖഫിൻ്റെ പേരിൽ എങ്ങനെയാണ് തല്ലുകൂട്? അവരതിൽ എന്തു പ്രതികളാണ്? പഴയ കാലത്ത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ചൂണ്ടിപ്പടയം എന്നൊക്കെ പറയുന്നത് ഇന്ന് പ്രായോഗികമായിട്ടുണ്ട്. ഓരോ ആളുകൾ ഇതാ ഇന്ന സ്ഥലം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുക. ആ ചൂണ്ടിക്കാണിച്ച് പിന്നീട് അത് കൈവശപ്പെടുത്തി പിന്നീട് അത് രേഖയാക്കുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യയിൽ, ഒരു നടപടിക്രമമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഇപ്പോഴും മുനമ്പം പ്രശ്നമായാലും എല്ലാ പ്രശ്നത്തിലും തീർച്ചയായിട്ടും അവർക്ക് ആ രീതി ഒരിക്കലും ഇന്നത്തെ വഖഫിൽ അതിൽ നിന്ന് ജഡ്ജിയായി വരുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അവിടെ വഖഫ് ട്രിബ്യൂണലിന്റെ ജഡ്ജി വരുന്നത് ഹൈക്കോടതി വിധി പ്രകാരമാണ്. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് വെറുതെ. ഒരിക്കലും വഖഫിന്റെ പേരിൽ മുസ്ലിങ്ങൾ കലാപരംഗത്തിറങ്ങിയിട്ടില്ല, ഇറങ്ങുകയുമില്ല. മറിച്ച് അവരതിന് ഉത്തരവാദികൾ പോലുമല്ല. അവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമാനുസൃതമായ ഒരു സംവിധാനമാണ് രാജ്യത്ത് വഖഫ്. അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ഇന്ന് വരെയും അവിടെ ഈ മുനമ്പത്തിരിക്കുന്ന താമസിക്കുന്നവരെ ഒന്നും തന്നെ കയ്യേറാന്, അവരെ വേദനിപ്പിക്കാനും പിരിച്ചുവിടാനും ഒന്നും അവരല്ല രംഗത്ത് വന്നത്. അവരിൽ നിന്ന് കരം സ്വീകരിക്കാതിരിക്കുന്നത് വില്ലേജ് ഓഫീസുകളാണ്. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അവിടെ മുസ്ലിങ്ങൾ എന്തു പിഴച്ചു? അതോടൊപ്പം തന്നെ ബാബരി മസ്ജിദിന്റെ പേരിൽ ഇക്കണ്ട പുകിലുകൾ മുഴുവൻ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളാണോ? വഖഫിന്റെ പേരിലുള്ള ആ ഏക്കർ കണക്കിൽ സ്ഥലം കയ്യേറി പച്ചപ്പകല് അവിടുത്തെ ആളുകളെ ആട്ടി ഓടിച്ച് കൊലപ്പെടുത്തി ഒട്ടനേകം ആളുകളെ അതുവഴി അനാഥത്വത്തിലേക്ക് തള്ളി. എന്നിട്ടോ ആ പള്ളി പൊളിച്ച് കൃത്രിമ രീതിയിൽ അവിടെ അമ്പലമുണ്ടാക്കി. എന്നിട്ട് ആരാധിച്ചിട്ട് പോലും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അതിന് യാതൊരു എതിരും നടത്തിയിട്ടില്ല. രാജ്യത്തിൻ്റെ നിയമം അന്യായമായതാണ് നടപ്പാക്കിയതെന്ന് അറിവായിട്ട് പോലും, അവർ നേരെ ചൊവ്വെ കണ്ടിട്ട് പോലും അവർ അതിനെതിരെ രംഗത്ത് വന്നിട്ടില്ല. രാജ്യത്ത് കലാപത്തെ ഏറ്റവും ഏറെ ഭയപ്പെടുകയും ആ കലാപത്തിൽ എന്തിൻ്റെ പേരിലായാലും ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. രണ്ടു രീതിയിലാണ് അവർ ആ കലാപത്തോട് അവർ യോജിക്കാത്തത്. ഒന്ന്, അവർ ഇത്തരത്തിൽ ഇരകളാക്കപ്പെടുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. രണ്ട്, അത് തങ്ങളുടെ ദൈവിക നിയമങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസി ഒരിക്കലും എവിടെയും കലാപം ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ പേരിൽ അവരെ ഇല്ലാതാക്കുക എന്നതിന് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിപ്പിക്കാൻ ഇവിടുത്തെ സംഘപരിവാറുകൾ ശ്രമിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒരു പ്രതിസ്ഥാനത്തും വന്നിട്ടില്ല. ഓരോ കാര്യവും എടുത്ത് പരിശോധിച്ചാൽ അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി
നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.